ഒന്നും മിണ്ടാതെ നിന്നത് എന്താ വെച്ചാല് എനിക്ക് വെച്ചാല് ഒരു വീഡിയോസിന്റെ പരിശോധനയിൽ MDMA-യുമായി 4 പേർ പിടിയിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അപ്പൊ ഞാൻ പറയുന്നുണ്ട് കോള് വരുന്നുണ്ട്, കോൾ എടുക്ക് കട്ടാക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവര് ടച്ച് പെട്ടെന്ന് പുറത്തു പോയി ഉള്ളിൽ. എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ പഴശ്ശിനിക്കടവിൽ ഷംനാദ്, ജംഷീൽ, റഫീന, ജസീന എന്ന് പറയുന്ന 4 പേരെ MDMA കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാണ് സുഹൃത്തുക്കളെ. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടവരാണ്. പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് കണ്ണൂരിൽ തന്നെ ഏതൊരു ലോഡ്ജിൽ റൂം എടുത്ത് അവിടെ പെരുന്നാൾ ആഘോഷിക്കുകയായിരുന്നു. പെരുന്നാൾ ആഘോഷിക്കാൻ കണ്ണൂരിൽ പല സ്ഥലത്തായിട്ടുള്ള 4-5 പേര് റൂമെടുത്ത് കണ്ണൂരിൽ തന്നെ ആഘോഷിക്കുന്നു. അതും വീട്ടിൽ പറഞ്ഞിട്ട് പോയതാണ്. ഈ പെൺകുട്ടികൾ റഫീനയും ജസീനയും വീട്ടിൽ പറഞ്ഞിട്ട് പോയത് പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് സുഹൃത്തുക്കളോടൊപ്പം പോകുന്നു എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് എന്തിനാണ് ലോഡ്ജിൽ റൂം എടുത്തിരുന്നതെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ലോഡ്ജിൽ റൂം എടുത്തിരിക്കുന്ന സമയത്താണ് എക്സൈസുകാർ വന്നിട്ട് MDMA പിടിക്കുന്ന സുഹൃത്തുക്കളെ. MDMA ഒരു അളവിൽ കൂടുതൽ കൈവശം വച്ചിരുന്നു കഴിഞ്ഞാൽ അത് അറസ്റ്റ് ചെയ്യാനുള്ളതും കേസെടുക്കാനുള്ള നിയമവശമുള്ളത് കൊണ്ട് തന്നെ MDMA ഒരളവിൽ കൂടുതൽ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് സത്യത്തിൽ വിഷയമെന്ന് നമുക്ക് ന്യൂസ് ഒന്ന് കണ്ടുനോക്കാം. കണ്ണൂരിലെ തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമായ പറശ്ശിനിക്കടവിന് സമീപത്തെ കോൾമട്ടയിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ MDMA-യുമായി 4 പേർ പിടിയിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പറശ്ശിനിക്കടവ് കോൾമട്ട ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലായിരുന്നു മട്ടന്നൂർ മരുതായി സ്വദേശി മുഹമ്മദ് ഷംനാദ്, വളപട്ടണം സ്വദേശി മുഹമ്മദ് ജംഷീൽ, ഇരിക്കൂർ സ്വദേശിനി റഫീന, കണ്ണൂർ സ്വദേശിനി ജസീന എന്നിവരെ കഴിഞ്ഞ ദിവസം പിടികൂടിയത്. ഇവരിൽ നിന്ന് 490 മില്ലിഗ്രാം MDMA-യും ഉപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകളും ലാമ്പുകളും പിടികൂടിയിരുന്നു. എന്നാൽ പ്രതികളിൽ ഒരാളായ റഫീന ഇപ്പോൾ എക്സൈസിനെതിരെ രംഗത്ത് വന്നു. തളിപ്പറമ്പ് എക്സൈസ് താനുണ്ടായിരുന്ന ലോഡ്ജ് മുറിയിൽ MDMA കൊണ്ടുവച്ച് കുടുക്കിയതാണെന്നാണ് പ്രതിയുടെ വാദം. ഫേസ്ബുക്കിലൂടെയാണ് റഫീന ഈ ആരോപണം ഉന്നയിച്ചത്. കൈക്കൂലി വാങ്ങിയാണ് ഉദ്യോഗസ്ഥർ തന്നെ ലോഡ്ജ് മുറിയിൽ നിന്ന് പിടിച്ചതെന്നും യുവതി ആരോപിക്കുന്നു. എന്നാൽ റഫീനയുടെ വാദം എക്സൈസ് പൂർണ്ണമായും തള്ളുകയാണ്. ഫേസ്ബുക്ക് വീഡിയോയിലാണ് എക്സൈസിനെതിരെ റഫീന ആരോപണം ഉയർത്തിയത്. തന്റെ പേരിൽ ഒരു കേസും ഉണ്ടായിരുന്നില്ല, തന്റെ ചിത്രം മാധ്യമങ്ങളിൽ വന്നത് ഒറ്റിയത് മൂലമാണെന്നും റഫീന വീഡിയോയിൽ ആരോപിക്കുന്നു. തന്റെ പേരിൽ കേസെടുക്കാതെ വ്യാജ ആരോപണം ഉന്നയിക്കുന്നുവെന്നാണ് റഫീന വാദിക്കുന്നത്. കേസെടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് തന്നെ റിമാൻഡ് ചെയ്തില്ലെന്നും റഫീന ചോദിച്ചു. താൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തതിനാൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ലെന്ന് റഫീന പറയുന്നു. സത്യം അറിയുന്നതുവരെ കേസിന് പിന്നാലെ ഉണ്ടാകുമെന്നും വീഡിയോയിൽ റഫീന പറയുന്നു. എന്നാൽ റഫീന ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും കേസെടുത്തിട്ടുണ്ടെന്നും എക്സൈസ് വ്യക്തമാക്കി. കുറഞ്ഞ അളവിലാണ് ലഹരി ഉപയോഗിച്ചത് എന്നതുകൊണ്ടാണ് റിമാൻഡ് ചെയ്യാതെ ജാമ്യത്തിൽ വിട്ടതെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ലഹരി ഉപയോഗത്തിനായി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് ഇവർ ലോഡ്ജിലെത്തിയതെന്നും എക്സൈസ് വ്യക്തമാക്കി. പറശ്ശിനിക്കടവിലും കോൾമട്ടയിലും ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് നടത്തിയ റെയ്ഡിൽ 4 പേരെയായിരുന്നു കഴിഞ്ഞ ദിവസം പിടികൂടിയത്. പിടിയിലായ യുവാക്കളിൽ ഒരാൾ പ്രവാസിയും മറ്റൊരാൾ നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുമാണ്. നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നയാളുമാണ്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇവർ പരസ്പരം പരിചയപ്പെടുന്നത്. പിടിയിലായ റഫീന മോഡലിംഗ് രംഗത്തുമുണ്ട്. യുവതികൾ പെരുന്നാൾ ദിവസം സുഹൃത്തിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി പല സ്ഥലങ്ങളിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ച് വരികയായിരുന്നു. വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ യുവതികൾ പരസ്പരം ഫോൺ കൈമാറി കൂട്ടുകാരികളുടെ വീട്ടിലാണെന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് വരികയായിരുന്നു. പിടികൂടിയപ്പോൾ മാത്രമാണ് വീട്ടുകാർ ഇവർ ലോഡ്ജിലാണെന്ന് മനസ്സിലാക്കുന്നത്. ഇവർക്ക് ലഹരി നൽകിയതിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും എക്സൈസ് അന്വേഷിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ VV ഷാജി, അഷ്റഫ് മലപ്പട്ടം, പ്രിവന്റീവ് ഓഫീസർമാരായ നികേഷ്, ഫെബിൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിജിത്, കലേഷ്, സനേഷ്, PV വിനോദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുജിത എന്നിവരും പരിശോധന നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. പിടിയിലായവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നും എക്സൈസ് പറയുന്നു. ഇവർക്ക് മയക്കുമരുന്ന് എവിടെ നിന്നാണ് കിട്ടിയതെന്നും അന്വേഷിച്ചു വരികയാണ്. നേരത്തെ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് മേഖലയിൽ ലോഡ്ജിൽ മുറിയെടുത്ത് DJ പാർട്ടി നടത്തിയ യുവതിയുവാക്കളെയും പോലീസ് ഇത്തരത്തിൽ പിടികൂടിയിരുന്നു. റഫീന എന്ന് പറയുന്ന പെൺകുട്ടി രംഗത്ത് വന്നിട്ട് ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു, ഇത് ഞങ്ങളെ കുടുക്കിയതാ എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. രംഗത്ത് വന്നപ്പോഴും എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. റീസെന്റ് ഈ റഫീന തന്നെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ലോഡ്ജ് മുറിയിൽ MDMA കൊണ്ടുവച്ചത് എക്സൈസ് ഉദ്യോഗസ്ഥർ ഒരു കേസ് പോലും എടുത്തിട്ടില്ല, ആരോപണവുമായി ലഹരി കേസിലെ പ്രതി റഫീന എന്ന് പറഞ്ഞിട്ട് അവള് തന്നെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അടുത്ത് എക്സൈസുകാർ അതിന് മറുപടി അടിച്ചിട്ടുണ്ട്. റഫീന ലഹരി ഉപയോഗിച്ചിരുന്നു, കേസ് എടുത്തിട്ടുണ്ട്, ആരോപണം തള്ളി എക്സൈസ്. അതായത് റഫീന ഒരു ആരോപണം ഇങ്ങോട്ട് വെച്ചപ്പോൾ എക്സൈസ് അങ്ങോട്ട് അടിച്ചു കൊടുത്തു. റഫീന ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ എക്സൈസ്. ഇനി അതിന് താഴെ രണ്ടും ഇതിനെയും കൂടി എടുത്തു വെച്ച് മെൻഷൻ ചെയ്തിട്ട് റഫീന ഒരെണ്ണം എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. കൈക്കൂലി വാങ്ങി ജീവിക്കുന്നവർക്ക് ഇത് തള്ളിക്കളയാം, മാന്യമായ രീതിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എങ്കിലും സത്യം തെളിയും എന്ന് പറഞ്ഞിട്ട് റഫീന തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ എക്സൈസുകാർ റഫീനയും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ മനഃപൂർവ്വം കുടുക്കി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മുന്നോട്ട് വന്ന് നട്ടലോടെ ചങ്കൂറ്റത്തോടെയും പ്രതികരിക്കുക എന്ന് വെച്ചിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വാസ്തവമാവണമെന്നും ഇല്ല, അത് വേറൊരു സത്യം. ഇങ്ങനെ ഒരു കേസ് റഫീനയ്ക്കെതിരെ വന്നപ്പോൾ റഫീന നേരെ രംഗത്ത് വന്ന് പ്രതികരിക്കുകയാണ്. അറസ്റ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ ഒരു കേസിലൊക്കെ അറസ്റ്റ് ചെയ്ത് 14 ദിവസം റിമാൻഡിലൊക്കെ വെച്ച് കുറച്ച് പതുക്കെയൊക്കെ വിടത്തുള്ളൂ. പക്ഷേ റഫീന പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കണം, ഗൈസ് എന്റെ പേരിൽ തെളിവില്ലാത്തത് കൊണ്ടും എന്റെ പേരിൽ കേസില്ലാത്തത് കൊണ്ടല്ല ഞാൻ പുറത്തിറങ്ങി എന്നൊക്കെയാണ് റഫീന പറയുന്നത്. നമുക്ക് എന്തായാലും റഫീന പറയുന്നതിലോട്ട് പോവാം. അപ്പൊ വീട് എല്ലാരും കണ്ടിനെന്ന് വിചാരിക്കുന്നു. ഇവർ ഉപയോഗിക്കുകയായിരുന്നു അതോ വിൽപ്പന
നടത്തുന്നവരാണോ വിൽപ്പനയിലെ കണ്ണികൾ? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ 14 ദിവസം. പിന്നെന്താന്ന് വെച്ചാല് ഒന്നിക്കിൽ എന്റെ പേരിൽ കേസെടുക്കാതെ ഈ വീഡിയോസ് പല ന്യൂസ് ചാനലിൽ ഇട്ടിട്ട് കാര്യമില്ല. അതായത് റഫീന പറയുന്ന റഫീനയ്ക്ക് എതിരെ കേസ് എടുത്തിട്ടില്ല, കേസ് എടുക്കാതെയാണ് ഈ ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എക്സൈസുകാർ പറയുന്നു റഫീന ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, കേസ് എടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ കേസ് എടുക്കാത്തത് കൊണ്ട് തന്നെ 14 ദിവസം റിമാൻഡിൽ വെക്കാതെ റഫീന പുറത്തു പറയും. ഇത് ആകെ മൊത്തം ഒരു അവിഞ്ഞ കോലമാണല്ലോ. പിന്നെ എന്റെ ഒരു ചോദ്യമാണ്, ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ പരിചയപ്പെട്ടെന്നാണ് പറയുന്നത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ലോഡ്ജിൽ റൂം എടുത്തിരുന്നത് എന്തിനാണ്? ചിലപ്പോ വൈബ് പിടിക്കാനായിരിക്കും, സിനിമ കാണാനായിരിക്കും. എന്തായാലും അതൊരു നല്ലൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് 2 പയ്യന്മാരും 2 പെൺകുട്ടികളുമായിട്ട്. എനിക്കതെന്തോ ഞാനൊരു അമ്മാവനായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ഒരു മൈൻഡ് ആ ഒരു രീതിയിൽ പോകുന്നു. അത് ശരിയാണോ അത് തെറ്റാണോ? നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ്. ഇങ്ങനെ റൂം എടുത്തിരിക്കുന്നു, അത് കണ്ണൂരിൽ തന്നെ പല ഏരിയയിലായിട്ടുള്ളവർ 4 പേരും കൂടി ഒരു റൂം എടുത്തിരുന്നു. അതിൽ 2 പെൺകുട്ടികളും വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. പെരുന്നാൾ ആഘോഷിക്കുന്ന ലോഡ്ജിൽ റൂം എടുത്തിരുന്നാണോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് അവിടെ പെട്ടെന്ന് വന്ന്. അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താ വെച്ചാൽ സർക്കാർ ഇങ്ങനത്തെ കൈക്കൂലൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സർക്കാർ ജോലി കൊടുക്കുന്നൊന്നും അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്റെ പേരിലൊരു കേസോ കാര്യങ്ങളോ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജയിലിലാണ്, ഞാൻ അവിടെയാണ് ഇവിടെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളത്, അല്ല പോലീസുകാരും പിടിച്ചിട്ടില്ല, ഒന്നും പിടിച്ചിട്ടില്ല. പിന്നെ ആ ഫോട്ടോ വന്നത് അവര് കരുതിക്കൂട്ടി ഒറ്റ കൊടുത്തിട്ട് ഇട്ടതാണെന്നും കൈക്കൂലി കൊടുത്തിട്ട് അത് ഇടിപ്പിച്ചതാണെന്നും പല കരുതിക്കൂട്ടി ഒറ്റിക്കൊടുത്തിട്ടിട്ടതാണെന്ന് അതെനിക്കങ്ങോട്ട് പിടികിട്ടില്ല. അതെന്തിനാ ഈ റഫീനയൊക്കെ തകർത്ത് തരിപ്പണാക്കാൻ മാത്രം റഫീനയ്ക്ക് ശത്രുക്കളുണ്ടോ? അല്ലെങ്കിൽ റഫീനെ എന്തിനാണ് ഒറ്റ കൊടുക്കുന്നത്? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഒറ്റ കൊടുക്കത്തുള്ളൂ. അത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അറിയത്തില്ല കേട്ടോ, ഈ കേസിൽ എന്തോ വശപ്പശ കൊണ്ട് റഫീനയൊക്കെ കുരുക്കാൻ മാത്രം അല്ലെങ്കിൽ കുടുക്കി ഇങ്ങനെ ഇട്ട് റഫീനയൊക്കെ ഒറ്റ കൊടുത്തിട്ട് എന്താണ് നേടാനിരിക്കുന്നത്? എനിക്ക് അത്യാവശ്യം ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഡബിൾ മൈൻഡ് അടിച്ചിരിക്കുകയാണ്. ഇനി റഫീന ഈ ഒരു വീഡിയോ ഇട്ടതിന് പുറമെ നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഏജന്റിന് കുറച്ച് വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. കേട്ടു നോക്കാം. അപ്പൊ ഞാൻ പറയുന്നുണ്ട് കോള് വരുന്നുണ്ട്, കോൾ എടുക്ക് കട്ടാക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവര് പെട്ടെന്ന് പുറത്തു പോയി ഉള്ളിൽ കയറാം. അപ്പോൾ ഷംനാഥ് പറയാം എക്സൈസ് വരുന്നുണ്ട്, ഓൻ വാൽക്കളിൽ നിന്നിട്ടുണ്ട്, എക്സൈസ് ആര് വരുന്നുണ്ട് എന്നിട്ട് ഓൻ വാൽക്കളിൽ നിന്ന് ഉള്ളോട്ടേക്ക് വന്നപ്പോൾ ടച്ചി വേഗം അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് റീനാസ് ഒരു എന്താ പറയുക ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൽ റീനാസ് ആ റൂമിലേക്ക് കയറിയിരുന്നത്. എന്തോ നമുക്ക് ഡൗട്ട് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല. റൂമിലേക്ക് കയറി ഓൻ പുറത്തിറങ്ങിയിട്ടുണ്ടായി റീനാസ്. അപ്പം തന്നെ ഓൻ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ തച്ചി എന്താക്കി, ഈ കണ്ണാടി ഇടുന്ന ഒരു ബോക്സ് ഉണ്ട്, ഈ കൂളിംഗ് ഗ്ലാസ് ഇടുന്ന ബോക്സിൻ്റെ ഉള്ളിലേക്ക് എല്ലാ സാധനം ഇട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് നൈസായിട്ട് എന്താ പറയുക ഒരു ഫിലിം കാണുന്ന ഫീലായിരുന്നു എനിക്ക്. അവർ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പുറത്തേക്ക് നടക്കലും എക്സൈസ് ആർ ഇതേപോലെ ഈ സൈഡിൽ നിന്ന് ഉള്ളിൽ കയറലും. അപ്പം തന്നെ എല്ലാവരും നമ്മളെ കൂടുതൽ എല്ലാവരും പറഞ്ഞതാ ഒരാൾ പുറത്തു പോയി, 2 ആൾ പുറത്തു പോയി. ആര് പുറത്തു പോയി? ഒരാളും പുറത്തു പോയില്ല. നമ്മൾ കണ്ടില്ലല്ലോ. അവരങ്ങനെ തന്നെ പറഞ്ഞു. 10 പേരുണ്ടായിട്ട് വരെ ഒരാൾ പോലും അവരെ ബാക്കിൽ ഓടിയിട്ടില്ല. 50 ഗ്രാം 100 ഗ്രാം അധികം കൊണ്ടുപോകുന്ന ആളെ ബാക്കിൽ ഓടാതെ ഇവർ ഈ ചെറിയ സാധനം ഇവിടുന്ന് കിട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ചു കൊണ്ടുകൊണ്ട് എന്താവശ്യമില്ല. അപ്പൊ ചെറിയ സാധനം കിട്ടി, സാധനം ഉപ്പൊന്നുമില്ല, അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവരെ കൂടെ വന്ന ആൾക്കാർ ചതിച്ചോ? അതുപോലെ ഇവരെ കൂടെ വേറെയും സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നെന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ വശപ്പശക എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ലോഡ്ജ് റൂം എടുത്തിരുന്ന് ചെയ്യാൻ ഉള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളല്ലാതെ വൈബടിക്കാൻ പോകുന്നു എങ്കിൽ ഉറപ്പായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി എൻജോയ് ചെയ്യും. അല്ല ഊട്ടിയോ കൊടൈക്കനാലോ മൂന്നാറൊക്കെ പോയി എൻജോയ് ചെയ്ത് ആ ഒരു സെറ്റപ്പിൽ നടക്കും. മറിച്ച് എന്താണ് ഇവർ റൂം എടുത്തിരുന്ന് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. അവിടെയാണ് എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമുള്ളത്. റൂം എടുത്തിരുന്ന് സിനിമയൊക്കെ കണ്ട് വൈബടിച്ച് എൻജോയ് ചെയ്തോ അറിയത്തില്ല. പക്ഷെ അവിടെ ഒരു വശപ്പശക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഒരു അന്വേഷണ ചിന്താഗതിയിലൂടെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു ഫീലിങ്സ് തോന്നിയത്. ഒന്നും മിണ്ടാതെ നിന്നത് എന്താ വെച്ചാല് എനിക്ക് വെച്ചാല് ഒരു വീഡിയോസിന്റെ മുന്നിലും ഒരു ഫോട്ടോസിന് മുന്നിൽ എനിക്ക് ആരെ ഫേസ് ചെയ്യാനും ഒരു പേടിയില്ല. കാരണം വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം എനിക്ക് ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല. നാട്ടിലിറങ്ങാനും എനിക്ക് പേടിയില്ല, മറ്റുള്ളവർ ഫേസ് ചെയ്യാനും എനിക്ക് പേടിയില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പല ന്യൂസ് ചാനലിൽ വന്നിട്ട് എനിക്കറിയില്ല, എന്റെ കുടുംബക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അറിയാത്ത ഒരാൾക്കാരും ഇല്ല. എല്ലാവരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്, എല്ലാവരും ഫോട്ടോ കാണുന്നുണ്ട്, എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്.
ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അപ്പൊ എന്തുകൊണ്ട് എന്നെ എന്തുകൊണ്ട് 14 ദിവസം റിമാൻഡ് ചെയ്തില്ല? MDMയുമായി പിടിച്ച ഒരാളെ 14 ദിവസം എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല? എന്തുകൊണ്ട് എന്റെ പേരിൽ കേസെടുത്തില്ല? കേസെടുക്കാതെ എന്നെ നാറ്റിക്കാനാണ് ഇവരെ വിചാരം. ഓക്കെ ഫൈൻ, ഞാൻ ഈ സത്യം അറിയുന്നത് വരെ ഇതിന്റെ ബാക്കിൽ തന്നെ നടക്കും. ഇതിൽ ആരൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ഞാൻ ഇതിന്റെ ബാക്കിലൊക്കെ നടക്കും. അതിനിപ്പോ എന്തെന്നെ വന്നാലും എന്തിനായിക്കോട്ടെ ഇതിന്റെ ബാക്കിൽ നടക്കും. എക്സൈസ് ആരായിക്കോട്ടെ, ഈ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ ഇവർ ആരാണോ തെറ്റുകാരി, ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്തത്? റൂം ലോഡ്ജ് എന്ന് പറയാം, അതൊന്നല്ല, ധർമ്മശാലയിലുള്ള ഒരു പൊളാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള പറശ്ശിനിക്കടവുള്ള ഒരു റൂമാണത്. ആ റൂമിന്റെ പേര് പോലും പറയാൻ ഇവർക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ആ റൂമിൽ എക്സൈസുകാർ വരുന്ന സമയത്ത് ഫുൾ CCTV അവിടെ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. എന്തിനാ ഓഫ് ആക്കിയത്? അവര് വന്ന് എക്സൈസുകാർ വന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അവർ തന്നെ ഒരു സാധനം വെച്ച് എടുത്തിട്ടാണ് അവർ ഇന്ന സാധനം കിട്ടിയെന്ന് പറഞ്ഞത്. അവർക്ക് പറയാൻ അവിടെ ഓപ്ഷൻസ് ഇല്ല. ഞാൻ എന്നെ ജയിലിലോ കാര്യങ്ങളോ കൊണ്ടുപോയ എന്റെ ഭാഗത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, കുറെ ഭാഗം അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇന്നും എന്നെ ഇതാക്കാത്തത്, ഒന്നും നിൽക്കാത്തത്. പക്ഷെ ഇവർക്ക് പരമാവധി വേണ്ടെന്നാ എന്നെ ആൾക്കാരെ മുന്നേ നാറ്റിക്കാം, ഇതാക്കാം, ഫോട്ടോസ് ഇട്ട് കളിക്കാം. ഓക്കെ ഫൈൻ, എനിക്ക് ഒരു കുഴപ്പമില്ല. അവരെത്രത്തോളം കളിക്കുന്നു അത്രത്തോളം എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ ഞാൻ പേടിക്കേണ്ട. നാറ്റിച്ചിട്ട് ഇവർക്കൊക്കെ എന്ത് കിട്ടാനാണ്? അപ്പൊ എന്തെങ്കിലും വൈരാഗ്യം നിങ്ങളുമായിട്ടുണ്ടോ? അല്ലാണ്ട് അന്നെ നാറ്റിക്കുന്ന എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു റിലവന്റ് ആയിട്ടുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ലോഡ്ജ് റൂം എടുത്തിരുന്നത്? അത് ഒരു ചോദ്യചിഹ്നമായിട്ട് ബാക്കി നിൽക്കുകയാണ്. ഒരു പക്ഷേ കൂടെ ഉള്ളവർ MDMA യൂസ് ചെയ്യുന്നവരായിരിക്കും, റഫീനയ്ക്ക് അറിയില്ലായിരുന്നിരിക്കാം, പലതും ആവാം. പക്ഷെ നിങ്ങൾ അതിനൊക്കെ ഒരു ഉത്തരം പറയേണ്ടി വരും. അല്ലാണ്ട് അങ്ങും തൊടാതെ ഒരു വീഡിയോ ഇട്ട് നിങ്ങളുടെ ഭാഗം മാത്രം ന്യായീകരിച്ച് സംസാരിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. പിന്നെ വേറൊരു കേസ് ഞാൻ പറഞ്ഞതുപോലെ, എന്തിനാണ് അവിടെ ആ ദിവസം റൂം എടുത്തത്, എങ്ങനെയാണ് എക്സൈസുകാർ എത്തിയത്, എല്ലാം തെളിയേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും ഒറ്റ കൊടുത്തതാണെങ്കിൽ എന്തിനാണ് നിങ്ങളെയൊക്കെ ഒറ്റ കൊടുത്തത്? ഇങ്ങനത്തെ പല ചോദ്യങ്ങളുടെ മുന്നിലാണ് റഫീന നിൽക്കുന്നത്. വീട്ടിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നു. ആഘോഷങ്ങൾ നമ്മൾ റൂമിന്റെ അകത്താണോ ഒതുക്കുന്നത്? അതും ലോഡ്ജിൽ റൂം എടുത്തിരുന്ന് അതെനിക്ക് അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞായിരിക്കും ആഘോഷിക്കുന്നത്. എന്തോ അതും ഒരു മിസ്റ്റേക്കായിട്ട് നിൽക്കുന്നത്. ഇന്നത്തെയൊക്കെ തലമുറ പോകുന്ന വഴി കാണുമ്പോഴാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോകുന്നത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നു, ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്നു, അടുത്ത ദിവസം മുതൽ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആവുന്നു, ലോഡ്ജിൽ റൂം എടുക്കുന്നു, വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിറങ്ങുന്നു, ലോഡ്ജിൽ റൂം എടുത്ത് ആഘോഷങ്ങൾ ആഘോഷിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഒറ്റുകൊടുക്കപ്പെടുന്നു. ഇതിൽ റഫീന കുറ്റക്കാരിയാണോ നിരപരാധിയാണോ ഒന്നും അറിയത്തില്ല. ഈ പറഞ്ഞതുപോലെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ MDMA യൂസ് ചെയ്യുന്നവരാണോ? അവരങ്ങനെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ റഫീനയ്ക്ക് അത് അറിയാവോ? അറിയില്ലേ? അവരെ പിടിച്ചപ്പോ കൂടെ പിടിക്കപ്പെട്ടതാണോ? ഒന്നും അറിയത്തില്ല. കുറ്റത്തോടെ റഫീന വന്നിട്ട് ഇങ്ങനെ വീരവാദം മുഴക്കുന്നുണ്ട്, താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന്. സത്യം പറഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ ഒരിക്കലും കുറ്റം ചെയ്ത ഒരു പ്രതിക്ക് ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അവിടെയും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്, എന്തിനാണ് ഇവർ ലോഡ്ജിൽ റൂം എടുത്തത്? ആ 2 പയ്യന്മാരുടെ വേറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ എന്തോ വശപ്പശക്ക് അവിടെ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നമുക്ക് ഇരുന്നൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. എന്തോ ഒരു പശപ്പശക്ക് ഫീലിങ്സ് ഉണ്ട്. ഒന്നുകിൽ ഇവർ ചതിക്കപ്പെട്ടതാവും, അല്ലെങ്കിൽ ഇവരും കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടിയാവും, ഏതുമാവും. പിന്നെ അതുപോലെ തന്നെ ഈ റഫീനയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് ആരെയും ഫോളോ ചെയ്തിട്ടില്ല. അത് ഫോളോ മാറ്റിയതാണോ എന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് 5000+ ഫോളോവേഴ്സ് ഉണ്ട്. അതിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഷൈൻ ടോം ചാക്കോ. അദ്ദേഹം ഈ റഫീനയുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുണ്ട്, ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഷൈൻ ടോം ചാക്കോ കുറച്ചു കാലം മുന്നേക്ക് MDMA കേസിലൊക്കെ അറസ്റ്റിലായിട്ടുള്ളതൊക്കെയാണ്. ആ വ്യക്തിയുമായിട്ട് ചങ്ങാത്തമുണ്ടോ? എന്താണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം? എങ്ങനെയാണ് ആ വ്യക്തി റഫീനെ ഫോളോ ചെയ്തത്? അതൊക്കെ നോക്കണം. പ്രത്യേകിച്ച് റഫീന ഒരു സിനിമാ ഫീൽഡിലോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരു കുട്ടിയല്ല. അതുകൊണ്ട് തന്നെ അറിയത്തില്ല. ചിലപ്പോൾ ഇനി മോഡലിംഗ് ഒക്കെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഇവരൊക്കെ കമ്പനി ആയിരിക്കും. എന്തായാലും ആ വ്യക്തിയുമായിട്ടൊരു കമ്പനി ഉണ്ടെന്ന് പറയുന്നത്, ഏത് രീതിയിലാണ് ആ വ്യക്തിയുമായിട്ട് ഈ കമ്പനി വന്നത്, ഇതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോ അങ്ങനത്തവനെന്നോ റഫീൻ ഇങ്ങനത്തോളൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്നാലും ഇതെല്ലാം ഒരു പോസിബിലിറ്റിയാണ്. അന്വേഷിക്കണം, തക്കതായ രീതിയിൽ അന്വേഷിച്ച് ഈ കേസ് തെളിയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ആണ്. ബൈ.